പ്രിയപ്പെട്ടവരെ, ഇന്ന് വ്യാഴാഴ്ച വൈകുന്നേരം 6:15 സമയത്ത് വിശുദ്ധ യൂദാശ്ലീഹായുടെ അത്ഭുത മാധ്യസ്ഥം, ആ മാധ്യസ്ഥത്തിൻ്റെ പ്രത്യേകതയാണ് അസാധ്യ കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്ന മാധ്യസ്ഥ ശക്തിയുള്ള നൊവേനയാണിത്, പ്രാർത്ഥനയാണിത്. ഒരു മധ്യസ്ഥ പ്രാർത്ഥനയാണ്. വിശുദ്ധ യൂദാശ്ലീഹായുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. ഒരുപാട് വ്യക്തികളിൽ, ജീവിതങ്ങളിൽ, കുടുംബങ്ങളിൽ ദൈവികമായ വിടുതൽ കൊണ്ടുവന്ന, ദൈവികമായ ഉത്തരമെത്തിച്ച പ്രാർത്ഥനയാണിത്. പറഞ്ഞാൽ ആരും വിശ്വസിക്കാനാകാത്ത വലിയ കാര്യങ്ങൾ ഈ നൊവേനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളിലും കുടുംബത്തിലും സംഭവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നൊവേനയിൽ വിശ്വാസത്തോടെ, പ്രതീക്ഷയോടെ പങ്കെടുക്കുന്ന സമയം മുതൽ, പങ്കെടുക്കുന്ന ഈ മിനിറ്റ് മുതൽ പറഞ്ഞാൽ ആരും വിശ്വസിക്കാനാകാത്ത വലിയ ദൈവപ്രവൃത്തി സംഭവിക്കാൻ ഇടവരട്ടെ. ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഇന്ന് ഈ പ്രാർത്ഥന കഴിയുമ്പോൾ, ഈ നൊവേനയിൽ, ഈ വചനം പ്രാർത്ഥനയും നൊവേനയെല്ലാം പ്രാർത്ഥനയിൽ കേട്ട് കഴിയുമ്പോൾ ഞാൻ അനുഭവിച്ച ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടതായി എനിക്ക് അനുഭവിക്കാൻ കഴിയണം. രോഗത്തിൻ്റെ മേൽ സൗഖ്യം വന്നത് എനിക്ക് അനുഭവിക്കാൻ കഴിയണം. ഞാൻ പ്രാർത്ഥിച്ച വിഷയത്തിനകത്ത് ഒരു വിടുതൽ വരുന്നത് എനിക്ക് അനുഭവിക്കാൻ ഇന്നിടയാകണമേ. അനുഭവിക്കാൻ എനിക്ക് ഇന്ന് ഇടയാകണമേ. എൻ്റെ കൂടെ ഒന്ന് ഏറ്റു ചൊല്ലി ഒന്ന് പ്രാർത്ഥിക്കാമോ? ഞാൻ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഒന്ന് ഏറ്റു ചൊല്ലാമോ? കർത്താവായ യേശുവേ, അങ്ങയുടെ വിലയേറിയ തിരുരക്തത്താൽ ഈ നൊവേനയിൽ പങ്കെടുക്കുന്ന എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ പ്രാർത്ഥനാ ആവശ്യങ്ങളെയും തിരുരക്തത്താൽ വിശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധിച്ചു കേൾക്കാമോ? ഈ നൊവേനയിൽ പങ്കെടുക്കാൻ, പ്രാർത്ഥിക്കാനിരിക്കുന്നവർ, ഈ നൊവേന മറ്റുള്ളവരിലേക്ക് അയച്ചു കൊടുത്ത് നൊവേനയിൽ പങ്കെടുക്കാൻ പ്രേരിപ്പിക്കുന്നവർ എല്ലാവരെയും സ്വർഗത്തിലെ ദൈവം വലിയ അളവിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുവാണ്. ഞാനിങ്ങനെ ചിന്തിക്കുന്നു, ഈ വചനം ഇന്ന് കേൾക്കുമ്പോൾ, ഈ നൊവേനയിൽ ഇന്ന് പങ്കെടുക്കുമ്പോൾ ആദ്യം സംഭവിക്കാൻ പോകുന്നത്, നിങ്ങളുടെ സ്റ്റക്കായി നിന്ന ജീവിതം മുന്നോട്ട് പോകാൻ തുടങ്ങും. പ്രതീക്ഷയില്ലാതെ ഏതെങ്കിലോ നിരാശയിലും സങ്കടത്തിലും ഇങ്ങനെ നിന്നുപോയ ജീവിതം ഈ വചനം കേട്ട് കഴിയുമ്പം, ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് കഴിയുമ്പോൾ പ്രതീക്ഷയോടെ, സന്തോഷത്തോടെ, ആരോഗ്യത്തോടെ മുന്നോട്ട് പോകാൻ തുടങ്ങും. അതിനുവേണ്ടി പ്രാർത്ഥിക്കുവാണ്. ദൈവവചനം ഒന്ന് ശ്രദ്ധിക്കുകയാണ്. സങ്കീർത്തന പുസ്തകം 18-ാം അധ്യായം 16, 17, 18, 19 വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് കേട്ടിട്ട് വേണം നമുക്ക് ഈ നൊവേനയിൽ പങ്കെടുക്കുവാൻ. അവിടെ എഴുതിയിരിക്കുന്ന വാക്കാണ്, ഉന്നതത്തിൽ നിന്ന് കൈ നീട്ടി അവിടുന്ന് എന്നെ പിടിച്ചു. ഉന്നതത്തിൽ നിന്ന് സ്വർഗത്തിലെ ദൈവം കൈ നീട്ടി എന്നെ പിടിച്ചു. പെരുവെള്ളത്തിൽ നിന്ന് അവിടുന്ന് എന്നെ പൊക്കിയെടുത്തു. അപ്പോൾ എവിടെയായിരുന്നു? എൻ്റെ നിലവിലെ സിറ്റുവേഷൻ എന്തായിരുന്നു? പെരുവെള്ളത്തിലാണ്, ഒഴുക്കിൽപ്പെട്ട അവസ്ഥയാണ്, ചുഴിയിൽപ്പെട്ടതുപോലാണ്. അവിടുന്ന് ഒഴുകിപ്പോയി തകർന്നു പോകേണ്ടതായിരുന്നു. എന്നാൽ വചനം പറയുന്നു, സ്വർഗത്തിൽ നിന്ന് കൈ നീട്ടി ഞാൻ ഇന്ന് കടന്നുപോയിക്കൊണ്ടിരുന്ന
എൻ്റെ അവസ്ഥയിൽ നിന്ന്, ആ പെരുവെള്ളത്തിൽ നിന്ന്, ആ വലിയ പെരുവെള്ളത്തിൽ നിന്ന് എന്നെ പൊക്കിയെടുത്തു. 17 പ്രബലനായ ശത്രുവിൽ നിന്നും, എന്നെ വെറുത്തവരിൽ നിന്നും അവിടുന്ന് എന്നെ രക്ഷിച്ചു. ശത്രു നിസ്സാരമല്ല. പ്രബലനായ ശത്രുവിൽ നിന്നും, എന്നെ വെറുത്തവരിൽ നിന്നും. ഇതൊക്കെയാണ് ഈ പെരുവെള്ളത്തിൻ്റെ സവിശേഷത. ഇത്രയും വലിയൊരു പ്രതിസന്ധി കൂടെ കടന്നു പോയപ്പോഴാണ് സാക്ഷ്യം പറഞ്ഞത്, അവിടുന്ന് എന്നെ പെരുവെള്ളത്തിൽ നിന്ന് പൊക്കിയെടുത്തു, എന്നെ രക്ഷിച്ചു. അവർ എൻ്റെ ശക്തിക്ക് അതീതമായിരുന്നു, എൻ്റെ ശക്തിക്ക് അപ്പുറമായിരുന്നു. നമ്മുടെ കഴിവ് കൊണ്ടും നമ്മുടെ ബുദ്ധി കൊണ്ടും നമ്മുടെ സ്വാധീനം കൊണ്ടും എല്ലാം ചെയ്യാൻ പറ്റുന്നതിനൊക്കെ പരിധിയുണ്ട്. അതിനപ്പുറമുള്ളത് ചെയ്യാൻ, അതാ നമ്മുടെ ശക്തിക്ക് അതീതമായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഈ സങ്കീർത്തന വചനത്തിൽ കാണുന്ന വചനം ചില പ്രശ്നങ്ങളുടെ, പ്രതിസന്ധികളുടെ വലിയൊരു പെരുവെള്ളത്തിലായിരുന്നു. സ്വന്തം ശക്തി കൊണ്ട് കയറി വരാൻ പറ്റാത്ത വിധത്തിലായിരുന്നു, ഉയരാൻ പറ്റാത്ത നിലയിലായിരുന്നു, രക്ഷപ്പെടാൻ പറ്റാത്ത നിലയിലായിരുന്നു, ശക്തിക്ക് അതീതമായിരുന്നു. പക്ഷെ എന്നാലും സാക്ഷ്യം പറഞ്ഞിരിക്കുവാണ്, അവിടുന്ന് എന്നെ പെരുവെള്ളത്തിൽ നിന്ന് പൊക്കിയെടുത്തു. 18 വാക്യം, അനർത്ഥകാലത്ത് അവർ എൻ്റെ മേൽ ചാടി വീണു. എപ്പോഴും അങ്ങനെയാണ്, ഒരു പ്രശ്നം വരുമ്പോൾ എല്ലാം കൂടെ ചാടി വീഴും. അനർത്ഥകാലം, നമ്മൾ പറയില്ലേ കഷ്ടകാലമാണ്, അതേപോലെ ഒരു കാലം അനർത്ഥകാലം. അവർ എൻ്റെ മേൽ ചാടി വീണു. ഇന്നെന്താണ് നിങ്ങളുടെ മേൽ ചാടി വീണത്? ഏത് പ്രശ്നമാണ് നിങ്ങളുടെ മേൽ ചാടി വീണത്? ഏത് പ്രതിസന്ധിയാണ് നിങ്ങളുടെ മേൽ ചാടി വീണത്? അനർത്ഥം ഉള്ള സമയത്ത് ചാടി വീണു, പക്ഷെ ദൈവം എനിക്ക് അഭയമായിരുന്നു. അടുത്ത വാക്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക്, 19 വാക്യം. അവിടുന്ന് എന്നെ വിശാലമായ സ്ഥലത്തേക്ക് നയിച്ചു, എന്നിൽ പ്രസാദിച്ചതിനാൽ എന്നെ വിമോചിപ്പിച്ചു. എന്നിൽ പ്രസാദിച്ചതിനാൽ. ദൈവവചനം കേട്ട് പ്രാർത്ഥിക്കുന്ന നിങ്ങളെ, നിങ്ങളുടെ കുടുംബത്തെ ഓർത്ത് ദൈവം പ്രസാദിക്കാനിടവരും. നിങ്ങളെ ദൈവം വിമോചിപ്പിക്കും. അടുത്ത വാക്യം എഴുതിയിട്ടുണ്ട്, അവിടുന്ന് എന്നെ വിശാലമായ ഭൂമിയിൽ കൊണ്ടുവന്നു. വിശാല ഭൂമി, പെരുവെള്ളത്തിലായിരുന്നു, തകർന്ന നിലയിലായിരുന്നു, ഒഴുക്കിൽപ്പെട്ടതുപോലായിരുന്നു, ചുഴിയിൽപ്പെട്ടതുപോലായിരുന്നു. പക്ഷെ സ്വർഗത്തിലെ വലിയവനായ ദൈവം എന്നെ കൊണ്ടുവന്നത് ഒരു തകർച്ചയിലേക്കെന്നല്ല, എന്നെ കൊണ്ടുവന്നത് വിശാല ഭൂമിയിലേക്കാണ്. വിശാല ഭൂമിയിലേക്കാണ്. ഇന്നും ജീവിക്കുന്ന സർവശക്തനായ ദൈവം ഈ നൊവേനയിൽ പങ്കെടുത്ത് വിശുദ്ധ യൂദാശ്ലീഹായുടെ അത്ഭുത മാധ്യസ്ഥത്തെ പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവം ഇതുപോലെ വിശാല ഭൂമിയിൽ കൊണ്ടുവന്ന, വിശാല ഭൂമിയിൽ എത്തിച്ച അനുഭവങ്ങൾ ഉണ്ടാകട്ടെ. ദൈവമേ, ഇന്ന് ചില അത്ഭുതങ്ങൾ കാണാനിടവരട്ടെ. ദൈവപ്രവർത്തികൾ നിങ്ങളുടെ കുടുംബത്തിനകത്ത് സംഭവിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഒരുങ്ങുവാണ് ഈ വചനത്തിലൂടെ. ഇന്ന് കുറച്ച് നിയോഗങ്ങളെ ഒന്ന് സമർപ്പിക്കുവാണ്. പ്രിയപ്പെട്ട ആരെങ്കിലും ഇപ്പോൾ ഏതെങ്കിലും ഒരു വിഷയത്തിന് വേണ്ടിയാണ് പ്രാർത്ഥന ചൊല്ലുന്നത് എങ്കിൽ അത് ദൈവകരങ്ങളിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. വിശുദ്ധ യൂദാശ്ലീഹായുടെ മാധ്യസ്ഥതയിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുവാണ്. ഒരുപക്ഷെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ചില ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യമാകാനായിരിക്കും. ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യമാകാൻ നമ്മൾ ചിലത് ചെയ്യാനുണ്ട്. ആഗ്രഹങ്ങളല്ലെങ്കിൽ പൂർത്തിയാകാത്ത ആഗ്രഹങ്ങളായി കിടന്ന നിരാശയായിട്ട് മാറും. ആഗ്രഹങ്ങൾ നമ്മൾ ശരിയായ വിധത്തിൽ പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്താൽ ആ ആഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്ത് യാഥാർത്ഥ്യമാകും. ഹല്ലേലൂയ. ഹന്ന ഒരാഗ്രഹം ഉണ്ടായിരുന്നു, ഒരു തലമുറയുണ്ടായിരുന്നെങ്കിൽ ആ ആഗ്രഹം യാഥാർത്ഥ്യമാകാൻ വീട്ടിലിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയല്ല ചെയ്തേ. ആഗ്രഹം യാഥാർത്ഥ്യമാകാൻ ദേവാലയത്തിൽ പോയി പ്രാർത്ഥിച്ചു. ഒരു പുരോഹിതൻ്റെ ആശീർവാദം അവിടുന്ന് കിട്ടി. ചില കാര്യങ്ങൾ അവിടെയൊക്കെ നടന്നപ്പോഴാണ്
ആ ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യമായത്. ഒത്തിരി പേർക്ക് ആഗ്രഹമില്ലാത്ത മനുഷ്യരില്ല. പക്ഷെ പലരുടെയും ആഗ്രഹം യാഥാർത്ഥ്യമാകാതെ വരുമ്പോൾ അത് നിരാശയായി സങ്കടമായി മാറും. എന്നിട്ട് പറയും, എനിക്ക് എവിടെ എത്താൻ കഴിഞ്ഞില്ല, എൻ്റെ ഒപ്പമുള്ളവരൊക്കെ അവിടെ എത്തി, ഇവിടെ എത്തി, അവർക്ക് അങ്ങനെ ലഭിച്ചു, ഇവർക്കിങ്ങനെ ലഭിച്ചു, എൻ്റെ കാര്യം ഇങ്ങനെയായി, എൻ്റെ തലവര മോശമായതുകൊണ്ടാണ്, ആരുടെയോ പ്രാക്ക് എനിക്ക് കിടക്കുന്നതുകൊണ്ടാ, ആരുടെ ശാപം എനിക്ക് കിടക്കുന്നതുകൊണ്ടാ, ഇങ്ങനെയൊക്കെ സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. എന്നാൽ ശ്രദ്ധിക്കുക, ആഗ്രഹം യാഥാർത്ഥ്യമാകാൻ നമ്മൾ ചെയ്യേണ്ട ചെറുതായിരിക്കാം ചില കാര്യമുണ്ട്. അതാണ് നമ്മൾ ചിലപ്പോൾ നൊവേനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കേണ്ടതായിട്ട് വരും, ചിലപ്പോൾ ഒരു നിയോഗത്തോടെ പ്രാർത്ഥിക്കേണ്ടതായിട്ട് വരും, ചിലപ്പോൾ കരങ്ങൾ ഉയർത്തി സ്തുതിക്കേണ്ടതായിട്ട് വരും. അതെല്ലാം എന്തിനെന്ന് ചോദിച്ചാൽ നമ്മുടെ ആഗ്രഹങ്ങളെ ദൈവം യാഥാർത്ഥ്യമാക്കി തരാനാണ്. അതുകൊണ്ടാണ് വിശാല ഭൂമിയിൽ കൊണ്ടുവന്ന ദൈവം എനിക്കും നിങ്ങൾക്കും ഇതേപോലത്തെ വിലപ്പെട്ട അനുഭവങ്ങളെ ദൈവം തരും. ഒരുപക്ഷെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് സ്ഥിരമായ ഒരു ജോലി ലഭിക്കാനായിരിക്കും. ഒരുപക്ഷെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഈ കഠിനമായ നഷ്ടത്തിൽ നിന്നും പരാജയത്തിൽ നിന്നും കരകയറാനായിരിക്കും. ഒരുപക്ഷെ പ്രാർത്ഥിക്കുന്നത് കുടുംബജീവിതം അനുഗ്രഹമാകാനായിരിക്കും. ഒരുപക്ഷെ കടഭാരം മാറാനായിരിക്കും, രോഗം സൗഖ്യമാകാനായിരിക്കും, മക്കളുടെ നല്ല വിജയത്തിനും ഭാവിക്കും വേണ്ടിയായിരിക്കും. ഏതു കാര്യമാണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് അത് യാഥാർത്ഥ്യമാകാൻ പോകുന്ന ഒരു സമയമാണ്. ഈ നൊവേനയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഒന്ന് വിശ്വാസത്തോടെ ആ കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ച്, ദൈവമേ, എൻ്റെ മനസ്സിനകത്ത് ചില ആഗ്രഹമുണ്ട്, ഒന്ന് രക്ഷപ്പെട്ടായിരുന്നെങ്കിൽ, എൻ്റെ മകളൊന്ന് മാറി വന്നിരുന്നെങ്കിൽ, എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടിരുന്നെങ്കിൽ, അത് നിങ്ങളിൽ യാഥാർത്ഥ്യമാകണം. എന്തും യാഥാർത്ഥ്യമാകും. ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പെരുവെള്ളത്തിൽ നിന്ന് പൊക്കിയെടുത്ത അനുഭവം ഉണ്ടാവും. പെരുവെള്ളത്തിൽ നിന്ന് പൊക്കിയെടുത്ത അനുഭവം, വിശാല ഭൂമിയിൽ ദൈവം കൊണ്ടുവന്ന് നിർത്തിയ അനുഭവം ഉണ്ടാവും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ അത്ഭുതകരമായ സഹായവും ഇടപെടലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. നമ്മുടെ കണ്ണുകളെ അടച്ച് നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ വിശുദ്ധ യൂദാശ്ലീഹായുടെ മാധ്യസ്ഥതയിൽ ഏൽപ്പിച്ചു കൊടുത്ത് ഇപ്പോൾ ഗാനം പാടാൻ പോവുകയാണ്. വിശുദ്ധ യൂദാശ്ലീഹായുടെ മാധ്യസ്ഥതയിലുള്ള ഗാനം നമ്മൾ കേൾക്കുകയാണ്. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് കണ്ണുകളെ അടച്ച് ആ ഒരു ഗാനം ശ്രദ്ധിച്ചു കേട്ട് നൊവേന പ്രാർത്ഥനയിലേക്ക് പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ നമുക്ക് പ്രവേശിക്കാം. ഞങ്ങൾക്കായി നിന്ദാസർ ഞങ്ങൾക്കായി നീ പ്രാർത്ഥിക്കാതെയാനീതേ യൂദാ വിശുദ്ധ സ്ലീഹാ പ്രാർത്ഥിക്കാ ഞങ്ങൾക്കായി നീ നിന്ദാസർ ഞങ്ങൾക്കായി നീ പ്രാർത്ഥിക്കാതെയാനീതേ. വിശുദ്ധ യൂദാശ്ലീഹായുടെ മാധ്യസ്ഥം തേടിയുള്ള നൊവേന പ്രാർത്ഥന നമ്മൾ ആരംഭിക്കുകയാണ്. നമുക്ക് ഏറ്റുചൊല്ലി ഞാൻ ചൊല്ലിത്തരുമ്പോൾ ചേർന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക സാധ്യമായതുപോലെ. മിശിഹായുടെ സ്നേഹിതനും വിശ്വസ്തദാസനുമായ വിശുദ്ധ യൂദാശ്ലീഹായെ, ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിനു വേണ്ടി, എൻ്റെ തലമുറകൾക്ക് വേണ്ടി, എൻ്റെ ഈ നിയോഗങ്ങൾക്ക് വേണ്ടി എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ. യാതൊരു സഹായവും ഫലസിദ്ധിയില്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് വിശേഷവിധിയായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ അങ്ങ്
ഇപ്പോൾ ഉപയോഗിക്കണമേ. എൻ്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് ഒരു നിമിഷം മൗനമായി നമ്മുടെ വ്യക്തിപരമായ ആ നിയോഗത്തെ വിശുദ്ധ യൂദാശ്ലീഹായുടെ അത്ഭുത മാധ്യസ്ഥതയിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം. ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആവശ്യത്തിലും അങ്ങനെ സഹായിക്കണമേ. ഈ ഉപകാരം ഞാനെന്നും ഓർക്കുമെന്നും അങ്ങേ സ്തുതികളെ ലോകമെങ്ങും അറിയിക്കുമെന്നും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ആമേൻ. ഹല്ലേലൂയ. നിയോഗ പ്രാർത്ഥന നമുക്ക് ചൊല്ലാം. കരങ്ങളെ സാധ്യമെങ്കിൽ അല്പം ഉയർത്തിപ്പിടിച്ച്, നസ്രായനായ എൻ്റെ യേശുവേ, വിശുദ്ധ യൂദാശ്ലീഹായുടെ അത്ഭുത മാധ്യസ്ഥതയിൽ സമർപ്പിച്ച ഈ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല ബന്ധനങ്ങളെയും സകല തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തുമാറ്റി സാധിച്ചു തന്ന് എന്നെയും എൻ്റെ കുടുംബത്തെയും ഇന്ന് അനുഗ്രഹിക്കണമേ. ആമേൻ. രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കുകയാണ്. ഈ ശക്തമായ ഈ പ്രാർത്ഥന സ്വർഗത്തിലെ ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രതീക്ഷയോടെ ഇരുന്ന് പ്രാർത്ഥിക്കാം. മിശിഹായുടെ സ്നേഹിതനും വിശ്വസ്തദാസനുമായ വിശുദ്ധ യൂദാശ്ലീഹായെ, ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി, ഈ നിയോഗങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. യാതൊരു സഹായവും ഫലസിദ്ധിയില്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് വിശേഷ വിധിയായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ അങ്ങിപ്പോൾ ഉപയോഗിക്കണമേ. എൻ്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് നമ്മുടെ നിയോഗത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ ആവശ്യത്തിലും അങ്ങനെ സഹായിക്കണമേ. ഈ ഉപകാരം ഞാൻ എന്നും ഓർക്കുമെന്നും അങ്ങേ സ്തുതികളെ ലോകമെങ്ങും അറിയിക്കുമെന്നും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ആമേൻ. ആമേൻ. കരങ്ങളെ ഉയർത്തി നിയോഗ പ്രാർത്ഥന ചൊല്ലാം. നസ്രായനായ എൻ്റെ യേശുവേ, വിശുദ്ധ യൂദാശ്ലീഹായുടെ അത്ഭുത മാധ്യസ്ഥതയിൽ ഈ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതിന്മേൽ നിലനിൽക്കുന്ന സകല തടസ്സങ്ങളെയും പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും പൂർണ്ണമായും എടുത്തുമാറ്റി എനിക്ക് സാധിച്ചു തന്ന് എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ. ആമേൻ. 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 മൂന്നാമത്തെ പ്രാവശ്യം നമ്മൾ നൊവേന പ്രാർത്ഥന ചൊല്ലി നിയോഗ പ്രാർത്ഥനയും ചൊല്ലുകയാണ്. നിങ്ങൾ ഏതെങ്കിലും ജോലിക്കോ വിദേശ രാജ്യത്ത് പഠനത്തിനോ പരീക്ഷയിലുള്ള വിജയമോ ഒക്കെയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങളുടെ പാസ്പോർട്ട് അല്ലെങ്കിൽ അതുപോലെയുള്ള നിങ്ങളുടെ സർട്ടിഫിക്കറ്റൊക്കെ എടുത്തു വച്ച് ഈ മൂന്നാമത്തെ പ്രാവശ്യം നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അതിന്മേൽ ദൈവം ഇടപെടുന്നത്, വിശുദ്ധ യൂദാശ്ലീഹയുടെ മാധ്യസ്ഥതയിൽ ദൈവത്തിൻ്റെ അത്ഭുത ശക്തി വരുന്നത് വിശ്വാസത്തിൽ കണ്ടുകൊണ്ട് മൂന്നാമത്തെ പ്രാവശ്യം നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. മിശിഹായുടെ സ്നേഹിതനും വിശ്വസ്തദാസനുമായ വിശുദ്ധ യൂദാശ്ലീഹായെ, ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി, എൻ്റെ തലമുറകൾക്ക് വേണ്ടി, എൻ്റെ ഈ നിയോഗങ്ങൾക്ക് വേണ്ടി എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ. യാതൊരു സഹായവും ഫലസിദ്ധിയില്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് വിശേഷ വിധിയായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ അങ്ങ് ഇപ്പോൾ ഉപയോഗിക്കണമേ. എൻ്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് ആ നിയോഗത്തെ
വിശുദ്ധ യൂദാശ്ലീഹായുടെ അത്ഭുത മാധ്യസ്ഥതയിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം. ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആവശ്യത്തിലും അങ്ങനെ സഹായിക്കണമേ. ഈ ഉപകാരം ഞാനെന്നും ഓർക്കുമെന്നും അങ്ങേ സ്തുതികളെ ലോകമെങ്ങും അറിയിക്കുമെന്നും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ആമേൻ. ഹല്ലേലൂയ. നിയോഗ പ്രാർത്ഥന നമുക്ക് ചൊല്ലാം. നസ്രായനായ എൻ്റെ യേശുവേ, വിശുദ്ധ യൂദാശ്ലീഹായുടെ അത്ഭുത മാധ്യസ്ഥതയിൽ സമർപ്പിച്ച ഈ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല ബന്ധനങ്ങളെയും സകല തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തുമാറ്റി സാധിച്ചു തന്ന് എന്നെയും എൻ്റെ കുടുംബത്തെയും ഇന്ന് അനുഗ്രഹിക്കണമേ. ആമേൻ. പൂജ്യരാം പുണ്യതാദാ യേശുവിൻ സ്നേഹദൂതാ യൂദാത്ത ദേവൂശ്രീ നിൻ പാദപീഠത്തിൽ കൈകൂപ്പി നിന്നിടുന്നു. പൂജ്യനാം പുണ്യതാദാ ഒറ്റിക്കൊടുത്തവന്റെ പേരിനാ പലരും മറന്നു നിന്നെയെങ്കിലും ഒറ്റിക്കൊടുത്തവന്റെ പേരിലാ പലരും മറന്നു നിന്നെയെങ്കിലും മഹിമ പ്രതാപമോടെ വാണിലും ഭൂവിലും ദീപ്തിയാർന്ന ദീപമേ. പ്രിയപ്പെട്ടവരെ, ഈ നൊവേനയിൽ പങ്കെടുത്ത എല്ലാവരെയും സ്വർഗത്തിലെ വലിയവനായ ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ആശീർവാദം നൽകുകയാണ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ നിങ്ങളുടെ ഭവനത്തിലുണ്ടായിരിക്കട്ടെ. ഈ നൊവേനയിൽ പങ്കെടുത്തവർ, ഈ നൊവേനയിൽ പ്രാർത്ഥനയിൽ കുടുംബമായി പങ്കെടുത്തവർ, നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥനയിൽ പങ്കെടുത്ത സകലരെയും സ്വർഗത്തിലെ വലിയവനായ ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്കൊരു സാക്ഷ്യം പറയാനുണ്ടാകട്ടെ. നിങ്ങൾക്ക് ദൈവാനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ദൈവികമായ നന്മകൾ അനുഭവിക്കാൻ, ഭാഗ്യം അനുഭവിക്കാൻ ഇടവരട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സാധ്യമായവർക്ക് അയച്ചു കൊടുക്കുക. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. അനുഗ്രഹം പ്രാപിക്കാൻ വേദനയോടെ വരും നേരം വേദനയെല്ലാം നീക്കണമേ. ഞങ്ങളുടെ യാചന കേൾക്കണമേ. അനുഗ്രഹം പ്രാപിക്കാൻ വേദനയോടെ വരും നേരം വേദനയെല്ലാം നീക്കണമേ. ഞങ്ങളുടെ യാചന കേൾക്കണമേ. യേശുവിൻ്റെ അമ്മയാകുവാൻ അനാദികാലം മുൻപേ പിതാവായ ദൈവം തെരഞ്ഞെടുത്ത പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങൾ പ്രത്യേകമായി യാചിക്കുന്നു. യോഗ പ്രാർത്ഥന ചൊല്ലും നേരം അമ്മേ മാധ്യസ്ഥമേകണമേ. നിയോഗ പ്രാർത്ഥന ചൊല്ലും നേരം അമ്മേ മാധ്യസ്ഥമേകണമേ. നിയോഗത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അമ്മേ മാധ്യസ്ഥമേകണമേ. നിയോഗത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അമ്മേ മാധ്യസ്ഥമേകണമേ.